ഞാൻ ഇന്നിവിടെ ഒരു ചെറിയൊരു റിവേറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഫ്ലോർ പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കേരള സ്റ്റൈൽ ഒരു ചെറിയ വീട് എങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. നമ്മൾ ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിൽ നമ്മൾ ഒരു ചെറിയൊരു സിമ്പിൾ ഫ്ലോർ പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയൊരു ചെറിയ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിവേറ്റ് സോഫ്റ്റ്വെയർ നമുക്ക് റിവേറ്റിൽ ഫസ്റ്റ് ഒരു ന്യൂ പ്രോജക്റ്റ് ഓപ്പൺ ആക്കാം. ന്യൂവിൽ പോകുന്നു, കൺസ്ട്രക്ഷൻ ടെംപ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് ഓപ്പൺ ആക്കി. ഇവിടെ ഇങ്ങനെ വിൻഡോ വന്നു. വിൻഡോ വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നമുക്കിവിടെ ലെവൽസ് ഉണ്ട്, ഫ്ലോർ പ്ലാനിൻ്റെ ലെവൽസ് ഉണ്ട്, സീലിംഗ് ഉണ്ട്, അടുത്ത ഇതിൻ്റെ എലിവേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ സൗത്ത് എലിവേഷൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിത് എന്തൊക്കെ ലെവൽസ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ഓൾറെഡി ഇവിടെ 2 ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ടതൊരു 3 ലെവൽ. നമ്മളൊരു ഒറ്റ സിംഗിൾ ഫ്ലോറാണ് നമ്മൾ ചെയ്യുന്നത്, കേരള സ്റ്റൈലിലുള്ള. ഞാനിതിൻ്റെ സൈസ് 3000 കൊടുത്തു. അടുത്ത് നമുക്ക് പുതിയൊരു ലെവലൂടെ വേണം. അതിന് നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ ലെവൽ കിട്ടും. അതിനകത്ത് നമ്മൾ LL എന്ന് ഷോർട്ട് ഫോമിൽ ടൈപ്പ് ചെയ്താലും നമുക്കത് കിട്ടും. അതിൻ്റെ ഹൈറ്റ് ഞാൻ ഓൾമോസ്റ്റ് 3000 വെച്ച് അടുത്തൊരു ലെവൽ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതുണ്ട്, ഗ്രൗണ്ട് ഫ്ലോർ ലെവലുണ്ട്, പിന്നെ നമുക്ക് അടുത്ത ടോപ്പ് ലെവൽ ഇത് വരും. നമുക്ക് ആ ടോട്ടൽ 3 ലെവലാണ് ഉള്ളത്. നമുക്ക് ഈ ലെവലിൽ നമുക്ക് ജസ്റ്റ് പാരപ്പറ്റ് ലെവലായിട്ട് ഇതിനെ കണ്ടാൽ മതി. നമുക്ക് ജസ്റ്റ് ഒരു 1000 ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ടൊരു ഫ്ലോർ വരച്ചെടുക്കാം എന്നുള്ളത് റിവേറ്റിൽ എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ്. നമുക്കിപ്പം 3 ലെവലുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ലെവൽ 1-ൽ പോകുന്നു. ലെവൽ 1-ൽ പോയി കഴിഞ്ഞാൽ VV ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എലിവേഷൻ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ ഞാൻ എലിവേഷൻ ഓഫ് ചെയ്തിടുകയാണ്. ഞാനിവിടെ അതിൻ്റെ വാളുണ്ട്. ആർക്കിടെക്ചർ ടാബിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ സ്ട്രക്ചറിൻ്റെ എന്താണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറുമായിട്ട് ബേസ് ചെയ്തിട്ട് എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും. സ്റ്റീലാണെങ്കിൽ സ്റ്റീല്, പ്രീകാസ്റ്റ്, സിസ്റ്റംസ് ഫോർ MEPക്ക് നമുക്കിതെല്ലാം കിട്ടും. ആർക്കിടെക്ചർ പോകുന്നു, വാൾ ക്ലിക്ക് ചെയ്യുന്നു. വാളിനകത്ത് ഞാൻ ജസ്റ്റ് എഡിറ്റ് ടൈപ്പിൽ പോകുന്നു, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. നമ്മൾ എക്സ്റ്റീരിയർ വാളെന്ന് നമ്മൾ പേര് കൊടുക്കുന്നു. എക്സ്റ്റീരിയർ വാൾ, എക്സ്റ്റീരിയർ വാളെന്ന് പറഞ്ഞു കൊടുത്തു. നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് എത്രയാണ് 200 ആണ് എടുക്കുന്നത്. ഞാൻ 200 തന്നെ യൂസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ബ്രിക്ക് യൂസ് ചെയ്യാം. കോമൺ ബ്രിക്ക് ഞാൻ യൂസ് ചെയ്തു. ഓക്കെ കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ പോയിട്ട് നമുക്ക് ലെവൽ 2 ആണ് നമ്മളിടേണ്ടത്. ലെവൽ 1-ൽ നിന്ന് ലെവൽ 2-ലേക്ക് വരുന്നതാണ് അതിൻ്റെ ഹൈറ്റ് വരുമെന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഇവിടെ നമുക്ക് ഇതിനകത്തുനിന്ന് യൂസ് ചെയ്യാം. ഏതാണ് വേണ്ടത്? നമ്മൾ റെക്റ്റാങ്കിൾ യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു സ്ക്വയറാണ് നമുക്ക് വേണ്ടത്. നമ്മൾ റെക്റ്റാങ്കിൾ യൂസ് ചെയ്തു. റെക്റ്റാങ്കിളിൻ്റെ സൈസ് ഏകദേശം 7.4 വെച്ച് ഞാൻ. അടുത്തത് ഓൾമോസ്റ്റ് 12,000, 11, 12. ഓക്കെ, ഇതാണ് നമ്മുടെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 7200 ഞാൻ മാറ്റിയിട്ട് 7400 ആക്കി. ഓക്കെ, 7400 ഇൻറ്റു ഇത്രയും ഇത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് ഇതിൻ്റെ പറഞ്ഞാൽ നമ്മൾ 12,000. ഓക്കെ, 1200 ദിസ്. ഓക്കെ, സോ ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത വോള് ഞാനിപ്പോൾ വരയ്ക്കുന്നത് നമുക്കൊരു ബെഡ്റൂമാണ് ഫസ്റ്റ് വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 3600 ഉള്ള ഒരു ബെഡ്റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മുടെ ഒരു സിറ്റ് ഔട്ട് പാർട്ടായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇത്രയും വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. 3700. ഓക്കെ, ഇത് നമ്മുടെ ഒരു സിറ്റ് ഔട്ട് പാർട്ടാണ്. നമുക്ക് ഇവിടെ നിന്നൊരു സിറ്റ് ഔട്ട് എൻട്രി ആയിട്ട് വിളിച്ചു. ഓക്കെ, ഇത് നമ്മുടെ സിറ്റ് ഔട്ടായിട്ട് നമുക്ക് ഇത്രയും വലുത് വേണമെന്നില്ല, നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ടോയ്ലറ്റ് നമുക്ക് വേണം. ഒരു ടോയ്ലറ്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു കോമൺ ടോയ്ലറ്റാണിത്. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് സിമിലർ കൊടുത്തു. നമുക്കിവിടെ ഒരു കിച്ചൺ വേണം. കിച്ചൺ എടുത്തു നമ്മൾ. ഓക്കെ, ഇതൊരു കിച്ചണാണ്. ഇത് നമ്മുടെ അടുത്തൊരു റൂമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിനെ നമുക്കൊരു ബെഡ്റൂമായിട്ടും ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു സിമ്പിൾ വീടാണിത്. അതിനുശേഷം നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബാത്റൂമായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നു. ഇതൊരു കിച്ചണാണ്. ഓക്കെ, ഇത് കിച്ചൺ, ഇതൊരു 2 ബെഡ്റൂം.
ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്, ഇത് സിറ്റ് ഔട്ടാണ്. ഇപ്പോൾ സിറ്റ് ഔട്ട് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെ ആക്കി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ 3D വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ 3D വ്യൂ നമുക്ക് കാണാൻ പറ്റും. 3D വ്യൂവിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് വ്യൂ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വോൾസ് എല്ലാം നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വോൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ വോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മളിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബെഡ്റൂം ഇവിടെ ആയിട്ടുണ്ട്, ഒരു കിച്ചൺ ആയിട്ടുണ്ട്, ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം, ഇതൊരു ലിവിങ് റൂം, ഇതൊരു സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അടുത്തത് വേണ്ടത് നമുക്ക് ഇതിനകത്തൊരു ഫ്ലോർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്ലോറിൽ പോകുന്നു, ഫ്ലോർ എടുത്തു, ഓക്കെ, ഫ്ലോർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നമുക്കത് ജസ്റ്റ് ഒരു ഹൈറ്റിലവിടെ നമുക്കൊരു വിഡ്ത്തിലവിടെ ഒരു 400 ഇടാം. ഓക്കെ, ഫ്ലോറിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് ഫ്ലോർ മെറ്റീരിയൽസിനകത്തോട്ട് നോക്കാം. ഫ്ലോർ എന്ന് ടൈപ്പ് ചെയ്യുക. ഫ്ലോർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇൻറ്റീരിയർ ഫ്ലോർസ് അങ്ങനെ നമുക്ക് ആവശ്യാനുസരണമുള്ള എന്താണ് വേണ്ടതെന്നുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഇത് കൊടുത്തു, ഓക്കെ കൊടുത്തു, അപ്ലൈ, ഓക്കെ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടെ പോയി റെക്റ്റാങ്കിൾ ചൂസ് ചെയ്തു. നമുക്ക് ഏകദേശം നമ്മുടെ ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ ഫ്ലോർ കൊടുത്തു, ഫ്ലോർ സെലക്ട് ചെയ്തു. നമ്മൾ 3D വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്ലോർ അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഫ്ലോർ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഫ്ലോർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തത് വേണ്ടത് നമുക്ക് ഡോറ് വിൻഡോസ് എല്ലാമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ലെവൽ 1 തന്നെ പോകുന്നു. ലെവൽ 1 പോയിട്ട് നമുക്കൊരു ഡോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡോറ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയായിട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് ഡോറ് വേണം. നമുക്ക് സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എങ്ങോട്ടാണ് വേണ്ടതെന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഡോറ് ഫിക്സ് ചെയ്തു. അടുത്ത ഇവിടോട്ടൊരു ഡോർ വേണം നമുക്ക്. അതിനുശേഷം നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ബാത്റൂമിലോട്ട് പോകാനൊരു ഡോർ വേണം. അതിനുശേഷം ഇത് കോമൺ ബാത്റൂമാണ്, അവിടേക്ക് വേണം. പിന്നെ ഇത് നമ്മുടെ അടുത്ത ബെഡ്റൂമാണ്, അവിടേക്ക് പോകാൻ വേണം. ഇവിടോട്ട് പോകാൻ ഒരു ഡോറ് വേണം. നമുക്ക് ഇവിടുന്ന് കിച്ചണിൽ നിന്ന് വെളിയിലോട്ട് പോകാൻ വേണ്ടി ഒരു ഡോറ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഡോറ് നമ്മൾ ഇതിനകത്തെല്ലാം ഫിക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ 3D വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം അവിടെ ഡെവലപ്പ് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് ഡോറ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടതൊരു വിൻഡോസാണ്. വിൻഡോസ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഏത് വിൻഡോ ആണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ ഫാമിലീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ യൂസ് ചെയ്ത സാധനം നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചു, ഒരു വിൻഡോ ഇവിടെ വെച്ചു, ഒരു വിൻഡോ ഇവിടെ വെച്ചു, ഒരു വിൻഡോ ഇവിടെ വെച്ചു, ഒരു വിൻഡോ ഇവിടെ വെച്ചു, ഒരെണ്ണം ഇവിടെ വെച്ചു, ഒരെണ്ണം നമുക്ക് ഇവിടെ കൊടുക്കാം, ഒരു വിൻഡോ നമുക്ക് ഇവിടെ കൊടുക്കാം, ഒരു വിൻഡോ ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ അടുപ്പിച്ച് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വിൻഡോസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വിൻഡോസും നമ്മുടെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നോക്കാൻ കാണാം, നമുക്കിവിടെ 3D വ്യൂ നോക്കാൻ കാണാം, നമ്മുടെ വിൻഡോസ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടായി, നമുക്ക് റൂമിനകത്തോട്ടുള്ള ഡോറ് എൻട്രി ആയി. ലിവിങ് റൂമാണിത്. നമുക്ക് ഇവിടോട്ട് എല്ലായിടത്തോട്ടും പോകാനുള്ള ഡോറുമായി. ഇപ്പോൾ ഇത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആയതുകൊണ്ട് ഇവിടോട്ട് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ റൂഫാണ് വേണ്ടത്. റൂഫ് നമ്മൾ ലെവൽ 2ൽ പോവുക, റൂഫ് എടുക്കുന്നു, റൂഫ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്ലോപ്പ് റൂഫാണ് വേണ്ടതെങ്കിൽ നമ്മളത് അത് സ്ലോപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫാണ്. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ 3D വ്യൂ നോക്കാമെങ്കിൽ അവിടെ നമുക്ക് റൂഫ് ക്രിയേറ്റ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. സിമ്പിൾ ഒരു വീടാണിത്. നമുക്ക് സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് വരച്ചെടുക്കാം. റിവേറ്റ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ ഫ്ലോറ്, റൂഫ് എല്ലാം നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുണ്ട് സിമ്പിൾ, നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ഫ്ലോറ് നമ്മളിവിടെ ഫ്ലോർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൂം എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ഒരു കേരള ടിപ്പിക്കൽ വീടാണ് നമ്മളിവിടെ വരച്ചത്. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള AutoCAD റിവേറ്റ് ബേസ് ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസാണ് ഇടുന്നത്. താല്പര്യമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.